നിങ്ങൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഡൈനിങ്. പക്ഷേ വീടിൻ്റെ എൻട്രൻസ് ഇതല്ല. പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു വലിയ കോർട്ട്യാർഡാണ്. ഈ ഹാളും സിറ്റ് ഔട്ടും ഈ വീടൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഇത്രയും വലിയ ഓപ്പണിംഗ് കൊടുത്തതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് വഴി, കോർട്ട്യാർഡ് വഴി, ഡൈനിങ് ഹാൾ വഴി ധാരാളം കാറ്റും വെളിച്ചവും നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയും. ഒരു ശാന്ത സുന്ദരമായ ഒരു ഏരിയ ആണ്. രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുറ്റത്തൊക്കെ മയിലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സൈറ്റിൽ തന്നെയുള്ള ഇതിൻ്റെ തൊട്ടടുത്ത് 50 വർഷം പഴക്കമുള്ള ഒരു വീട് കാണിച്ചു തരാം. സീറ്റിനോട് ചേർന്നിട്ട് വിൻഡോ പ്ലേസ് ചെയ്യും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിവിടെ ചെയ്തൊരു മെക്കാനിസം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് കാണാൻ പറ്റും. ഇവിടെ വലിയ മതിലാണ്, അതുകൊണ്ട് ഇവിടുന്ന് വലിയ ലൈറ്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് വരുന്ന സൈഡായിട്ട് പോലും നമ്മൾ വലിയ വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ കോർട്ട്യാർഡ് കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതൊരു സിംഗിൾ റെസിഡൻസ് ആയതുകൊണ്ട്, സിംഗിൾ സ്റ്റോറി റെസിഡൻസ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇതൊരു മുകളിലേക്ക് അപ്സ്റ്റെയർ എടുക്കണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റെയർ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആർദ്ര റെസിഡൻസ് ആണ്. ഇതൊരു സിംഗിൾ സ്റ്റോറി റെസിഡൻസ് ആണ്. 1800 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ കോണ്ടംപററി ഡിസൈൻ ആണ്. ഇതിന് നമ്മൾ ഫ്രണ്ടേജ് ഒക്കെ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായി, മിനിമൽ ഒരു കോണ്ടംപററി സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പ്ലോട്ടിൻ്റെ ഒരു ആവറേജ് സൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 20 സെൻറ്റിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സൈറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും നെയ്ബേഴ്സ് ഒന്നുമില്ല. 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പുറകിലുള്ള 2 വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ തന്നെ ഒരു തറവാട് വീടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതൊരു സൈലൻ്റ് ഏരിയ ആണ്. ഒരു ശാന്ത സുന്ദരമായ ഒരു ഏരിയ ആണ്. രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുറ്റത്തൊക്കെ മയിലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ്. വളരെ സൈറ്റിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ഈ ഒരു സൈറ്റിലേക്ക് റോഡ് വന്ന് കണക്റ്റ് ആവുന്നത് ഈ പ്ലോട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് റോഡ് കണക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു 3 കട്ടിംഗ് ആയിട്ടാണ് ഈ വീട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശം, കയറി വരുന്ന സമയത്ത് വീട് നമുക്ക് കാണണം, വീടിലിരിക്കുന്ന സമയത്ത് റോഡിലേക്ക് നമുക്ക് വ്യൂ വേണം. അതുകൊണ്ടാണ് നമ്മളൊരു 3 കട്ടിംഗ് ആയിട്ട് ഈ വീടിനെ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം, സിറ്റ് ഔട്ട്, ഫോമൽ ലിവിങ്, അങ്ങനെ 3 കട്ടിംഗ് സ്പേസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവരുടെ ഫോമൽ ലിവിങ്. ഈ വീടിൻ്റെ ഫോമൽ ലിവിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫോമൽ ലിവിങ് വന്ന് കിടക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ സിറ്റ് ഔട്ട് അലൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇവരുടെ ബെഡ്റൂമാണ്. 3 ബെഡ്റൂമാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയ 3 ബെഡ്റൂം, അതുപോലെ സിറ്റ് ഔട്ട്, ഫോമൽ ലിവിങ്, ഹാള്, 2 കോർട്ട്യാർഡ്സ്, ഇത്രയുമാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഒരു മിനിമൽ സിറ്റ് ഔട്ട്, വലിയ സൈസഡ് അല്ലാത്ത ഒരു മിനിമൽ സിറ്റ് ഔട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു വലിയ കോർട്ട്യാർഡാണ്. ഹ്യൂജ് പ്ലാന്റുകളൊക്കെ വെച്ച്, നാച്ചുറൽ പ്ലാന്റുകളൊക്കെ വെച്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ കോർട്ട്യാർഡാണ്. ഇവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ, ഇൻറ്റീരിയർ ഉൾപ്പെടെ കഴിഞ്ഞാൽ നമ്മളിവിടെ MS കൊണ്ട് ക്ലോസ് ചെയ്യും. GI പൈപ്പുകൾ വെച്ച് ക്ലോസ് ചെയ്യും. ഈ കോർട്ട്യാർഡിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലാബിലൊരു ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 40 സെൻറ്റിമീറ്റർ വിടുത്തിൽ വരുന്ന ഓപ്പണിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം ലൈറ്റ് ഇതിലൂടെ നമുക്ക് വീടിൻ്റെ ഉള്ളിലെത്താൻ പറ്റും. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഡൈനിങ്. പക്ഷേ വീടിൻ്റെ എൻട്രൻസ് ഇതല്ല. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഇതാണ് ഫോമൽ ലിവിങ്. ഫോമൽ ലിവിങ്ങിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇതുവഴിയാണ് വീടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളിതിൻ്റെ ഡോർ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഫോമൽ ലിവിങ് അലൈൻ ചെയ്തിട്ടുള്ളത്. L ടൈപ്പിൽ നമുക്ക് സോഫ സെറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് വാളിൽ നമുക്ക് TV യൂണിറ്റ് ഒക്കെ ചെയ്യാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ നിലവിൽ TV യൂണിറ്റ് ഉദ്ദേശിക്കുന്നത്. TV യൂണിറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഫോമൽ ലിവിങ്ങിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഓവറോൾ വീടിൻ്റെ യൂണിറ്റുകളിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ഫോമൽ ലിവിങ് നിൽക്കുന്നത്. ഈ ഫോമൽ ലിവിങ്ങും വീടും തമ്മിൽ കണക്റ്റ് ആവുന്നത് ഇവിടെ കാണുന്നൊരു ഫോയറാണ്. ഈ ഫോയറിൻ്റെ റൈറ്റ് സൈഡിലും കോർട്ട്യാർഡാണ്. ഈ 2 കോർട്ട്യാർഡുകൾക്കിടയിലാണ് സിറ്റ് ഔട്ടും ഈ വീടിൻ്റെ ഫോമൽ ലിവിങ്ങും നിൽക്കുന്നത്. ഈ ഒരു ഫോയറിലൂടെ നമുക്ക് നടക്കുന്ന സമയത്ത് 2 സൈഡിലും കോർട്ട്യാർഡ് ഉള്ളത് കൊണ്ട് ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. നേരെ നമ്മൾ എത്തുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയറിൽ നിന്ന് നേരെ കാണുന്നതാണ് ഈ വീടിൻ്റെ വാഷ് ബേസിൻ കൗണ്ടർ. ഇവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ കൗണ്ടർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ
ഡൈനിങ്. ഇവിടെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ. ഈ ഡൈനിങ് ഹാളിനെയും ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റ് ഔട്ടിനെയും തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്നത് ഈ ഒരു കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡിൻ്റെ ആക്സസ് ഡൈനിങ് ഹാൾ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഹ്യൂജ് ഏരിയയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോ വന്ന് കിടക്കും. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു സ്റ്റെപ്പ് താഴ്ന്നിട്ടുള്ള ഈ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. ഈ കോർട്ട്യാർഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഈ രണ്ട് വാളും നമ്മൾ ഗ്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ രണ്ട് സൈഡിലും നമുക്കൊരു സിറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവും. ഫിക്സഡ് ആയിട്ടുള്ള സിറ്റിംഗ് യൂണിറ്റ് ആയിരിക്കും. ഇവിടെ ചെറിയൊരു പോണ്ട് ഉണ്ടാവും. ഈ അരികിലൂടെ ഇവിടെ MS കൊടുക്കുന്ന ഇതിനോട് ചേർന്നിട്ട് നമ്മൾ കുറച്ചൊരു ലാൻഡ്സ്കേപ്പിൽ കുറച്ചൊരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കും. അതുപോലെ നേരെ തിരിച്ച് ഡൈനിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്ന് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ബാർ സ്റ്റൂളും ഫുഡ് കൗണ്ടറൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതിലൂടെ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചൺ അലൈൻമെൻറ്റുകളൊക്കെ L ടൈപ്പ് ആയിട്ട് വരും. ഇതൊരു വർക്ക് ഏരിയ ആണ്. ഓപ്പൺ കിച്ചൺ കൊടുത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടി നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കിച്ചൺ. ഈ കിച്ചണിൽ എല്ലാം ഒരു ബ്ലാങ്ക് കിച്ചണാണ് നിലവിലുള്ളത്. ഇവിടെ കോൺക്രീറ്റഡ് ആയ സ്ലാബുകളോ റാക്കുകളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എല്ലാം ഇൻറ്റീരിയറിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ WPC മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഇൻറ്റീരിയർ റാക്കുകളും സ്ലാബുകളൊക്കെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മോഡുലാർ കിച്ചണൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കോൺക്രീറ്റഡ് സ്ട്രക്ചറിൽ ഈ സ്ലാബുകൾ ചെയ്യരുത്. കാരണം കിച്ചണിൽ ആരാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ഹൈറ്റും അവരുടെ യൂസിങ് കംഫർട്ടും അവരുടെ ഹൈറ്റും നോക്കിയിട്ട് വേണം നമ്മൾ ഈ കോൺക്രീറ്റഡ് സ്ലാബിൻ്റെ ഹൈറ്റ് തീരുമാനിക്കാൻ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മോഡുലാർ കിച്ചൺ ഉദ്ദേശിച്ച് വീട് ചെയ്യുന്ന ഒരാളും നിങ്ങൾ കോൺക്രീറ്റഡ് മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റഡ് സ്ട്രക്ചർ കൊണ്ട് കിച്ചൺ ചെയ്യരുത്. ഇങ്ങനെ ബ്ലാങ്ക് കിച്ചണാണ് നമുക്ക് വേണ്ടത്. അതിലാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുക. ഇതൊരു സ്റ്റോർ റൂമാണ്. ഈ വീടിൻ്റെ സ്റ്റോർ റൂമാണ്. അത്യാവശ്യം വലിയ സ്റ്റോർ റൂമാണ്. ഫ്രിഡ്ജൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഈ വാളിൽ ഫ്രിഡ്ജ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോർട്ട്യാർഡ് ഇവിടെയുണ്ട്. ഈ കോർട്ട്യാർഡിനോട് ചേർന്നിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. കോർട്ട്യാർഡ് പറയുകയാണെങ്കിൽ ഇത് ഒരു ഔട്ട്സൈഡ് കോർട്ട്യാർഡാണ്. ഉള്ളിൽ നിന്ന് ബിൽഡപ്പ് ഒന്നും വരാതെ ഇവിടെ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. പക്ഷേ നമുക്കിത് പുറത്തുനിന്ന് ആക്സസ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളിതിനെ കാണുന്നത്. ഈ കോർട്ട്യാർഡ് കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതൊരു സിംഗിൾ റെസിഡൻസ് ആയതുകൊണ്ട്, സിംഗിൾ സ്റ്റോറി റെസിഡൻസ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇതൊരു മുകളിലേക്ക് അപ്സ്റ്റെയർ എടുക്കണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റെയർ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള വിടുത്ത് കൂടെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശത്തിലും കൂടെയാണ് ഈ ഒരു കോർട്ട്യാർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ടാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായി നമ്മൾ കൺസിഡർ ചെയ്തത്. ഈ ബെഡ്റൂമിൽ നമ്മൾ 3 വിൻഡോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 ഡബിൾ ഷട്ടേഴ്സ് വിൻഡോ, ഒരു 4 ഷട്ടർ വിൻഡോ. ഈ 4 ഷട്ടർ വിൻഡോ വരുന്ന ഈ വാളിലാണ് ഈ ബെഡ് ഹെഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് വീതി കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ സ്വിച്ച് ബോർഡ് വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ 2 2 ഷട്ടർ വിൻഡോ നമ്മൾ 2 സൈഡിൽ, റൂമിൻ്റെ 2 സൈഡിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 ഷട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു 2 ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇതിന് 3 വിൻഡോ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ട് എയർ ഈ ഒരു ബെഡ്റൂമിൽ തങ്ങി നിന്നിട്ടുള്ള ഒരു ചൂടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ റൂം ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. ഈ ഒരു 2 ഷട്ടർ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബേ വിൻഡോ ആയിട്ടാണ്. ഈ ഒരു ഹൈറ്റ് ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് നമ്മൾ ബേ വിൻഡോൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഫ്ലോറിംഗ് മെറ്റീരിയൽ കൂടി വരുന്ന സമയത്ത് 2 ഇഞ്ച് കൂടി നമ്മൾ ഇതിൽ ഹൈറ്റ് കുറയാനുണ്ടാവും. അതുപോലെ ഇവിടെ നമ്മൾ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. 60 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സാധാരണ ബേ വിൻഡോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ സീറ്റിനോട് ചേർന്നിട്ട് വിൻഡോ പ്ലേസ് ചെയ്യും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇവിടെ ചെയ്തൊരു മെക്കാനിസം എന്ന് പറയുന്നത് വിൻഡോ കഴിഞ്ഞ് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ഇവിടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കാണാൻ പറ്റും, 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വിൻഡോ ഫ്രെയിം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിവിടെ കുഷ്യൻ വരും, അല്ലെങ്കിൽ ഇവിടെ വുഡിൻ്റെ ഒരു ഷീറ്റ് വരും. ആ ഷീറ്റിൻ്റെ തിക്നെസ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസ് കൊടുക്കുന്നത്. ഇത്തരത്തിലാണ് ഈ ബെഡ്റൂമിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, മിറർ, അതുപോലെ ചെറിയ റാക്കുകളൊക്കെ ഇതിനുള്ളിൽ വരും. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം ഹ്യൂജാണ്. ഡ്രസ്സിങ് ഏരിയ ആയാലും ടോയ്ലറ്റ് ആയാലും ബെഡ്റൂം എല്ലാം ഹ്യൂജ് സൈസഡാണ്.
ഇവിടെ ഈ ഒരു വീട്ടിൽ നമ്മൾ ഒരു യൂണിറ്റും അതിൻ്റെ സൈസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഈ വാളിലാണ് നമ്മൾ വാർഡ്രോബ് ഉദ്ദേശിക്കുന്നത്. ഒരു 4 ഷട്ടർ വാർഡ്രോബ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അലൈൻമെൻറ്റുകൾ വരുന്നത്. ബാക്കി ബെഡ്റൂമുകളൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മറ്റു 2 ബെഡ്റൂമുകളാണ്. നമ്മളിപ്പോൾ കണ്ട മാസ്റ്റർ ബെഡ്റൂം വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള 2 ബെഡ്റൂംസും അതിൻ്റെ ടോയ്ലറ്റ്സും വരുന്നത് ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഈ ഹാള് കഴിഞ്ഞിട്ട് വേണം ആ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാൻ. ഈ ഹാളിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഹാളും സിറ്റ് ഔട്ടും ഈ വീടൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഇത്രയും വലിയ ഓപ്പണിംഗ് കൊടുത്തതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് വഴി, കോർട്ട്യാർഡ് വഴി, ഡൈനിങ് ഹാൾ വഴി ധാരാളം കാറ്റും വെളിച്ചവും നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ഓപ്പണിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോമൽ ലിവിങ്ങിൽ വലിയ വിൻഡോസ് ആണ്, ബെഡ്റൂമിൽ വലിയ വിൻഡോസ് ആണ്. ഇവിടെ വലിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. ഇതിൻ്റെ നമ്മൾ ഡോർ ഫ്രെയിം കോൺക്രീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം കോൺക്രീറ്റ് പ്ലസ് സ്റ്റീല്. നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഏരിയകൾ കംപ്ലീറ്റ് നമ്മൾ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലുള്ള ഡോർ ഫ്രെയിംസ് ഒക്കെ നമ്മൾ കോൺക്രീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഡോർ ഫ്രെയിം ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 മീറ്റർ സൈസിലാണ് നമ്മൾ ഇതിൻ്റെ 2 വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 സൈഡിൽ 2 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ വലുതാണ്, സൈഡ് പോർഷൻ ചെറുതാക്കി 50 സെൻറ്റിമീറ്റർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2x2 ആണ് വിൻഡോൻ്റെ സൈസ് വരുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബാത്ത് അറ്റാച്ചിനോട് ചേർന്നിട്ട് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബെഡ്റൂം 3, മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സെയിം പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. 2 വിൻഡോ, ഹ്യൂജ് പോർഷൻ സെൻറ്ററിൽ വരുന്ന 2 വിൻഡോ, 2x2 സൈസ് വരുന്ന 2 വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കിഴക്ക് ഭാഗത്താണ്, ഒന്ന് വടക്ക് ഭാഗത്താണ്. പക്ഷേ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണാൻ പറ്റും ഇവിടെ വലിയ മതിലാണ്. അതുകൊണ്ട് ഇവിടുന്ന് വലിയ ലൈറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് വരുന്ന സൈഡായിട്ട് പോലും നമ്മൾ വലിയ വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലൈറ്റും കാറ്റും ഈ ഒരു വിൻഡോ വഴി വരിക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇതിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ വാർഡ്രോബ് വരുന്നത് ഈ വാളിലാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിങ് ഉണ്ട്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്, എല്ലാം അത്യാവശ്യം സൈസിലാണ്. പിന്നെ ബാക്കിയുള്ള 2 ബെഡ്റൂമുകളെക്കാൾ പ്രൈവസി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമതൊരു റൂം ഫോയർ കടന്നിട്ട് വേണം ഈ ബെഡ്റൂമിലേക്ക് എത്താൻ. മറ്റൊന്ന് ഇതിൻ്റെ പുറകുവശത്താണ്, ഈ വീടിൻ്റെ പുറകുവശത്താണ് നമ്മൾ ഈ ബെഡ്റൂം അലൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂം ഈ വീട്ടിലെ ഏറ്റവും പ്രൈവസി കൂടിയ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത്തരത്തിലാണ് നമ്മൾ ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡിസൈൻ വന്ന വഴി എന്ന് പറയുന്നത് ഈ ക്ലയൻറ്റ് നമുക്കൊരു ത്രെഡ് അയച്ചു തന്നു, അവർക്ക് ഇതുപോലുള്ളൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു സൈറ്റിലേക്ക് ഒട്ടും സ്യൂട്ടാവുന്ന യോജിച്ച ഒരു ഡിസൈൻ ആയിരുന്നില്ല അത്. പക്ഷേ അവർക്ക് വേണ്ട കൺസെപ്റ്റുകൾ നമ്മളെടുത്ത് ഈ ഒരു സൈറ്റിലേക്ക് പാകമാവുന്ന രീതിയിൽ, ഈ സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ജനിക്കുന്നത്. നമ്മൾ തന്നെ നേരിട്ടാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഇൻറ്റീരിയർ ഉൾപ്പെടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ഇവിടെ യാർഡുകൾ, ഫ്രണ്ട് യാർഡായാലും റിയർ യാർഡായാലും സ്പേഷ്യസ് ആണ്. ഒരു 10 മീറ്ററിലധികം ഫ്രണ്ട് യാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. റിയർ യാർഡ് ഒരു 5 മീറ്ററിലധികം കിട്ടുന്നുണ്ട്. സൈഡൊക്കെ നമുക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. ആവശ്യത്തിലധികം സെറ്റ് ബാക്സ് ഉള്ള സ്ഥലമാണ്. ഇവിടെ നമ്മളൊരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിൻ്റെ വ്യൂ ബ്രേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഗ്രൂവ് ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചു തന്ന ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇത്തരത്തിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാഡിംഗ് സ്റ്റോൺ വരുന്നുണ്ട്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ബോക്സ് ടൈപ്പ് ഡിസൈനുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ 6 ഇഞ്ചാണ് തിക്നെസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ഓവറോൾ തിക്നെസ് 6 ഇഞ്ച് ആയിരിക്കണം. ഇവിടെ 6 ഇഞ്ച് ആയിരിക്കണം, ഇതിൻ്റെ ടോപ്പ് 6 ഇഞ്ച് ആയിരിക്കണം, ഇതിൻ്റെ റൈറ്റ് സൈഡ് 6 ഇഞ്ച് ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ സൈസായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതുപോലെ ഇവിടെ വെള്ളം വീഴുന്ന സമയത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വാട്ടർ പ്രൂഫ് ചെയ്യും. ഇവിടെ ഓൾറെഡി സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം സാധാരണ നിങ്ങൾക്കൊക്കെ കണ്ടംപററി സ്റ്റൈൽ വീട് വെക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്.
മുകളിൽ വീഴുന്ന വെള്ളം അത് പോകാൻ വേണ്ടി ഔട്ടർ പൈപ്പ് വേണ്ടി PVC പൈപ്പ് നമ്മൾ ഔട്ടറായിട്ട് ഇട്ട് കൊടുക്കും. അത് വീടിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈപ്പ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വെക്കുന്നത് വീടിനൊരു ബോറായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളിവിടെ കൊടുത്തത് ഇതിൻ്റെ വെള്ളം PVC പൈപ്പ് കൺസീൽഡ് ആയിട്ട് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം പോകുന്നത്. അതുവഴി ഇവിടേക്ക് ചാടും. ഇതുവഴി നമ്മളിതിൻ്റെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിലേക്ക് എത്തിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ സിറ്റ് ഔട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഈ വീടിൻ്റെ ഫോമൽ ലിവിങ് ആണ്. ഫോമൽ ലിവിങ് അത്യാവശ്യം ഹൈറ്റുള്ള രൂപത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മെയിൻ സ്ലാബ് ഹൈറ്റിൽ നിന്നും ഒരു 1.2 മീറ്റർ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഡമ്മി സ്ലാബ് അടിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു ഷോവാളും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ഷോവാളുണ്ട്. ആ ഷോവാളുകൾ തമ്മിൽ കണക്റ്റ് ആവുന്നത് സ്ട്രൈറ്റ് ആയിട്ടല്ല, സ്റ്റീപ്പായിട്ടാണ്. നമ്മൾ പല പ്രൊജക്റ്റിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാളും ആ വാളും തമ്മിൽ കണക്റ്റ് ആവുന്നത് സ്റ്റീപ്പായിട്ടാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. ഇതിനേക്കാളിലും 30 സെൻറ്റിമീറ്റർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ഷോവാൾ നിൽക്കുന്നത്. അങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഈ പ്ലോട്ടിലേക്ക് റോഡ് വന്ന് കണക്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഈ ഫോമൽ ലിവിങ് കാണാൻ പറ്റണം, സിറ്റ് ഔട്ട് കാണാൻ പറ്റണം, ബെഡ്റൂം കാണാൻ പറ്റണം. ഈ 3 ഏരിയകളിൽ നിന്നും പുറത്തേക്ക് റോട്ടിലേക്കും കാണാൻ പറ്റണം. അതുകൊണ്ട് ഈ വീടിൻ്റെ കാഴ്ചയെ റോട്ടിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോ ഒക്കെ സ്റ്റീലാണ്. ഓവറോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള വിൻഡോസൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റീലാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് ആണ്. കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സൈറ്റിൽ തന്നെയുള്ള ഇതിൻ്റെ തൊട്ടടുത്ത് 50 വർഷം പഴക്കമുള്ള ഒരു വീട് കാണിച്ചു തരാം. ഒരു ട്രഡീഷണൽ ടൈപ്പിൽ 50 വർഷം മുമ്പ് ചെയ്തെടുത്തൊരു വീടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ചുറ്റുവട്ടം സറൗണ്ടിങ്സ് വലിയ നെയ്ബേഴ്സ് ഒന്നും അധികമില്ല, 2 വീടുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ഇവരുടെ തന്നെ തറവാട് വീടാണെന്ന് പറഞ്ഞു. ആ വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഏതാണ്ട് 50 വർഷം ആ വീടിന് പഴക്കമുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ 50 വർഷം പഴക്കമുള്ള വീട്. ഇത് കാണാൻ പറ്റും, പഴയ സിനിമകളിലൊക്കെ ഉണ്ടാകുന്ന അതുപോലെയുള്ള ഒരു വീടാണ്. പൂർണ്ണമായും കേരള ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലുള്ളൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് അവരുടെ കിച്ചൺ വരുന്നത്. കിച്ചണിനോട് ചേർന്നിട്ടൊരു കിണറുണ്ട്. പഴയ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കിച്ചണിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഉൾഭാഗത്തോ ഒരു കിണറുണ്ടാവും. അങ്ങനെയായിരുന്നു പഴയ കേരള മോഡലുകളൊക്കെ വന്നിട്ടുള്ളത്. ഇതുപോലൊരു വീട് ആ കാലത്ത് ഈ ഒരു ഭാഗത്തൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്.